ഇറാന്റെ ആണവ സജ്ജീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താശങ്കയായിരുന്നോ ഇസ്രയേലിനും നെതന്യാഹുവിനും ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാകുകയാണ്. അതായത് ഇസ്ഫഹാനും ഫോർദോയുമൊക്കെ റഷ്യയുടെ അകമ്പടിയോടെ സംരക്ഷിക്കപ്പെടുമ്പോൾ ഇറാൻ 10 മടങ്ങ് ശക്തിയോടുകൂടി, വലിയ മനഃശക്തിയോടുകൂടി തന്നെയാണ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഒരു ഉമ്മാക്കിക്ക് മുമ്പിലും മുട്ടുകുനിക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഏകാധിപത്യ നടപടിയെ കൃത്യമായി ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ലോക ജനത മുഴുവൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയവുമാണ്. പുടിൻ പറയുന്നത് തങ്ങൾ ഉക്രൈനെ ആക്രമിക്കുന്നതിന് ഒരു ന്യായമുണ്ട്. അതെന്തിനാണെന്ന് ഉക്രൈനും അറിയാം, ഞങ്ങൾക്കും അറിയാം, യൂറോപ്യൻ യൂണിയനും അറിയാം, ലോക രാഷ്ട്രങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് കൃത്യമായി പലർക്കും പല കാര്യങ്ങളും മൊഴിയാൻ കഴിയാത്തത്. യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപലപിക്കുന്നുണ്ടെങ്കിലും എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ മേൽ മാനുഷിക പരിഗണന എന്നും പറഞ്ഞ് വരാറില്ല. എന്നാൽ ഫലസ്തീൻ നിങ്ങൾ നോക്കൂ, ഫലസ്തീനെ ആക്രമിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റ്. അത് ചെയ്യുന്ന ഇസ്രയേലിലെ നരാധമന്മാരോട് നിങ്ങൾ ആദ്യം നിലയ്ക്ക് നിൽക്കാൻ പറയൂ. ഇറാന് ഞങ്ങൾ ഇനിയും ഫണ്ട് ചെയ്യും. അതിനെ എന്ത് രീതിയിൽ നിങ്ങൾ വിശേഷിപ്പിച്ചാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ്റെ നിലവിലുള്ള സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഇനിയും കൂടുതൽ ശക്തി പകരുന്ന നീക്കങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പുടിൻ്റെ നിലപാടുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇറാന് ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഈ രാജ്യങ്ങളുടെ മുമ്പാകെ. ഒരുപക്ഷെ ഇറാന് ഇത്രമേൽ ധൈര്യം മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഇസ്രയേലിനെതിരെ പൊരുതാൻ തുടങ്ങിയതും ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർത്തെറിഞ്ഞതും. അതോടുകൂടിയാണ് വെടിനിർത്തലിലേക്ക് വന്നത്. 12 ഡേ വാർ, 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം, അങ്ങനെയാണ് പരിസമാപ്തിയിലേക്ക് എത്തിയത്. അതല്ലെങ്കിൽ ഇസ്രയേൽ കാണിക്കുന്ന തെമ്മാടിത്തരം എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാം. നിരാലംബരോട് എപ്പോഴും ഏറ്റുമുട്ടാൻ, നിരാലംബരെ തകർക്കാനാണ് ഇസ്രയേലും നെതന്യാഹുവും ശ്രമിച്ചിട്ടുള്ളത്. നെതന്യാഹു എന്നത് വെറും ഭീരുവാണെന്നും പേടിക്കുന്നവരാണെന്നും ഈ ഇസ്രയേലിനെ തകർക്കാൻ ഞങ്ങൾക്ക് മറ്റ് വഴികളുണ്ട് എന്നും ഉറപ്പിച്ച് പറയുകയാണ് ആയത്തുള്ള അലി ഖമനേയി.